പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് സ്മരണാഞ്ജലി അർപ്പിക്കാൻ വെള്ളാർമലയിലെ അധ്യാപകരും ഇന്ന് ചൂരൽമലയിലെത്തി. പാലത്തിന് മുകളിൽ നിന്ന് പുന്നപ്പുഴയിലേക്ക് നോക്കിയ പലരും പൊട്ടിക്കരഞ്ഞു. ശാന്തമായി ഒഴുകിയിരുന്ന പുഴയുടെ തീരത്ത് പുഴയെയും നാടിനെയും ഒരുപോലെ സ്നേഹിച്ച് ഓടി നടന്ന കുഞ്ഞുങ്ങളുടെ ഗതകാല സ്മരണയിലായിരുന്നു അധ്യാപകരിൽ പലരും. പുലർച്ചെ 6 മണിക്ക് കൽപ്പറ്റയിൽ നിന്ന് പുറപ്പെട്ട KSRTC ബസ്സിൽ ഓരോരുത്തരായി കയറി. ചൂരൽമല വരെയാണ് യാത്ര. വെള്ളാർമല സ്കൂളിലെ അധ്യാപകരായിരുന്നു കൂടുതൽ. ആ ദിവസം 33 കുരുന്നുങ്ങളെ നഷ്ടപ്പെട്ട ദിനമായിരുന്നു. അതിൽ നിന്നും കരകയറാൻ മാസങ്ങളെടുത്തു. ഒരുപാട് പേര് നമ്മളെ ചേർത്ത് നിർത്തിയല്ലോ. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ ഒരു സംരക്ഷണം, കരുതൽ, കൈത്താങ്ങ് എല്ലാം ഞങ്ങൾക്ക് ഒരു കരുത്ത് നൽകി. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലും അദ്ദേഹത്തിൻ്റെ പലവട്ടം ഇപ്പോഴും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഫോണിൽ വിളിച്ച് നമ്മുടെ കാര്യങ്ങളും എല്ലാം അദ്ദേഹം നേരിൽ വിളിച്ച് അന്വേഷിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ അതിജീവനത്തിൻ്റെ ഒരു കരുത്ത്. അവർക്കത് സഹിക്കാനാവാത്തതാണ്. സ്കൂളുണ്ടെങ്കിലും ആ കുഞ്ഞുങ്ങളുടെ സ്മരണയ്ക്ക് മുന്നിൽ പുഷ്പാഞ്ജലി സമർപ്പിക്കാതിരിക്കാൻ അവർക്കാവില്ല. അവിടെ കുട്ടികളെ എല്ലാവരും കുട്ടികൾക്കെല്ലാവർക്കും ഒരു സ്മരണാഞ്ജലി എന്ന രീതിയിൽ ചെറിയൊരു പുഷ്പങ്ങൾ അർപ്പിക്കുക, തിരിച്ചു പോരുക എന്നുള്ളൊരു കാര്യം മാത്രമേ ആസൂത്രണം ചെയ്തിട്ടുള്ളൂ. ഇതിനെ അങ്ങനെ തന്നെ ഇനി ഭാവിയിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുട്ടികളെ അത് ചെകഞ്ഞ് പുറത്തെടുക്കുന്ന സമയത്ത് കുട്ടികൾ അതിലേക്ക് പോകുന്ന ഒരു പ്രവണതയാണ് കണ്ടത്. ആ സമയത്ത് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എന്നിരുന്നാലും പിന്നെ അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ അധ്യാപകരെല്ലാം കൂട്ടായിട്ട് എഫേർട്ട് എടുത്തു. പിന്നെ അതിലേക്ക് മടക്കി കൊണ്ടുവന്നു. ബെയിലി പാലത്തിന് മുകളിൽ നിന്ന് ശാന്തമായി ഒഴുകുന്ന പുന്നപ്പുഴയെ നോക്കി പലരും വിതുമ്പി പൊട്ടിക്കരഞ്ഞു. സ്നേഹം പോലെ നുരഞ്ഞ് പതഞ്ഞൊഴുകിയ നദി, കുഞ്ഞുങ്ങളും തങ്ങളും ഒരുപോലെ സ്നേഹിച്ച നദി, അതിപ്പോഴും ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. PV ജോഷില, കൈരളി ന്യൂസ്, വയനാട്.